ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചത്. നമുക്ക് ബാക്കിലെ ബ്രേക്സ് നമുക്കത് മാറ്റാറായിട്ട് കേട്ടോ. ബാക്കിലെ ബ്രേക്സും മാറ്റണം. അതുപോലെ തന്നെ എൻ്റെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ ക്ലച്ച് പുള്ളിയൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് കയറ്റണം. അതുപോലെ വേരിയേറ്റർ ബോഡി ആയാലും റോളർ വെയിറ്റ് വേറെ കുഴപ്പമൊന്നുമില്ല. ബെൽറ്റ് ആയാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. ബെൽറ്റ് നല്ല ബെൽറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ ആയാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. എയർ ഫിൽറ്റർ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നമ്മളതിൻ്റെ കാർബറേറ്റർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എനിക്ക് ഓവർഫ്ലോയും കാണിക്കുന്നുണ്ട്. എനിക്ക് സ്ലോ സ്പീഡൊന്നും കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. നമ്മളതിൻ്റെ ക്ലീനർ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഈ ഒരു സ്ലോ ജെറ്റ് നമുക്കൊന്ന് മാറ്റിക്കളയാം കേട്ടോ. എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബ്ലോക്ക്, ഈ ജെറ്റ് നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. അതുപോലെ ഈ ഫോർത്ത് വാൾവും കംപ്ലൈൻ്റ് ആണ്. അതൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കണം. ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊന്നും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഫ്രണ്ടിലൊരു കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 2 ബുഷുകൾ, ഷോക്കപ്പിൻ്റെ 2 ബുഷും അതുപോലെ ലിങ്ക് ബുഷും നമുക്കത് മാറ്റിക്കളയണം. അത് ചെറിയൊരു പേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത സർവീസ് ആകുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് കൈയോടെ അതൊന്ന് മാറ്റിക്കളയാം. അതിന് ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് നമ്മൾ. ബാറ്ററി ഇരിക്കുന്നത് 2021 മോഡലാണ്. ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാറ്ററിക്ക് നല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 13.5 വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി നിലവിൽ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. സെൽഫിൻ്റെ എന്തെങ്കിലും കൂടുതൽ കംപ്ലൈൻറ്റ് കാണിക്കുമ്പോൾ അപ്പോൾ ബാറ്ററി നമുക്ക് മാറ്റിക്കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ നിലവിൽ ഇപ്പം മാറ്റണമെന്നില്ല. സെൽഫിൻ്റെ കംപ്ലൈൻറ്റും കാണിക്കുമ്പോൾ നമുക്ക് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ട് നമ്മൾ എഞ്ചിൻ ഓയിലും കൂടി മാറ്റുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ സെക്കൻഡറി എയർ ഫിൽറ്റർ പറയും, ഇത് നമുക്കത് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കുന്നുണ്ട്. നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.